വീണ്ടും വാർത്തകളിലേക്ക്. വലപ്പാട് മായ കോളേജിൽ സ്കൂൾ തല ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാൽസന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ PTA പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ CA ആവാസ് ആമുഖ പ്രഭാഷണം നടത്തി. CV അബ്ദുൽ ഗഫൂർ, മിനി പ്രകാശൻ, PTA വൈസ് പ്രസിഡന്റ് PC അഫ്സത്ത്, ശോഭന സുബ്രഹ്മണ്യൻ, KV ജോജി എന്നിവരും സംസാരിച്ചു. ചെയർമാനായി ജോസ് താടിക്കാരനെയും ജനറൽ കൺവീനറായി CA ആവാസിനെയും ജോയിന്റ് കൺവീനർമാരായി VC അബ്ദുൽ ഗഫൂർ, ജോജി മാസ്റ്റർ എന്നിവരെയും തെരഞ്ഞെടുത്തു. 16-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇക്കഴിഞ്ഞ ദിവസം ABVP നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൃപ്പയാറിൽ ABVP പ്രവർത്തകർ പ്രകടനം നടത്തി. ABVP നഗർ വൈസ് പ്രസിഡന്റ് KS ജിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ശ്രീരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീരാമ പോളി യൂണിറ്റ് സെക്രട്ടറി കിരൺ ആമുഖ പ്രസംഗം നടത്തി. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹെൽത്ത് ക്ലബ്ബ് ഉദ്ഘാടനവും രക്തദാന ക്യാമ്പും നടത്തി. കരയാമട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെയും IMA ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൃപ്പയാർ ഗവൺമെന്റ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ മിനി തമ്പി ഹെൽത്ത് ക്ലബിന്റെയും രക്തദാന ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായി നിങ്ങൾ ഒരു ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ടൊരു സൈക്കിൾ റാലി നടത്തി, പിന്നെ പരിസരം വൃത്തിയാക്കുന്ന പരിപാടി നടത്തി. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ മഴക്കാല സമയത്തെ ഭീഷണി എന്ന് പറയുന്നത് നമ്മുടെ വെക്ടർ ബോൺ ഡിസീസും വാട്ടർ ബോൺ ഡിസീസുമാണ്. അതായത് കൊതുക് പരത്തുന്ന രോഗങ്ങളും വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളും. അപ്പോൾ അതിൻ്റെ സോഴ്സ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഓരോ സ്കൂളിൽ ചെന്ന് കൊതുക് ഉള്ള കണ്ടെയ്നേഴ്സ് മറച്ചു കളയുകയും ഒക്കെ ചെയ്തു എന്ന് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണിത് ചെയ്തതെന്ന് ഞാൻ അറിയുണ്ടായി. നിങ്ങൾ ആ ചെയ്ത ഒരു ചെറിയ കാര്യത്തിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മളുടെ ഈ ഏരിയയിൽ ഇപ്പോൾ അധികമൊന്നും അങ്ങനെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ പല സ്റ്റേറ്റ്സിലും ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ മന്ത്ലി അവലോകന മീറ്റിങ്ങിൽ ആസാമിൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം ഇന്നലെ പറയുണ്ടായി. നമുക്കിവിടെ മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിരിക്കും. പ്രിൻസിപ്പാൾ കൃഷ്ണൻ സുധീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബാലഗോപാലൻ, വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രസിഡന്റ് ബിജോയ് പാണാട്ട്, അഖിൽ K രവി, PS ലിൻഷാദ്, സൈക്കോളജിസ്റ്റ് സൂര്യകാന്ത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്ന, അജിത് പ്രസാദ്, വൈസ് പ്രിൻസിപ്പാൾ റഷീദ ബാനു, പ്രധാനാധ്യാപിക N സരിത, PTA എക്സിക്യൂട്ടീവ് അംഗം ജയരാജൻ തമ്പി തുടങ്ങിയവരും സംസാരിച്ചു. റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ ഡ്രൈവർമാർക്കും ട്രാഫിക് അവബോധം ഉണ്ടാക്കുന്നതിനായി വെള്ളിയാഴ്ച ബോധവൽക്കരണ ക്ലാസ് നടത്തി. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിപാടി വലപ്പാട് CI R രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ജോയിന്റ് RTO അശോക് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ASP അരുൾ RB കൃഷ്ണ, SI KG ആന്റണി എന്നിവർ സന്നിധരായിരുന്നു. സ്കൂൾ വാഹന ഡ്രൈവർമാർ, ഓട്ടോ ടാക്സി, കാർ ഡ്രൈവർമാർ, ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ യോഗം 4 ദിവസത്തിന് മുമ്പ് അലങ്കോലപ്പെട്ട ഒരു തീരുമാനമെടുക്കാതെ പിരിഞ്ഞുപോയി എന്ന് ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചു. എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒന്നതാണ് എന്ന് പറഞ്ഞു. കളക്ടർ വന്നു, താങ്കൾ ഇരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഇരുന്നിട്ട് യോഗം ആരംഭിച്ചിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രായമായിട്ടുള്ള ഈ ഓട്ടോറിക്ഷ തൊഴിലാളി എണീറ്റ് പറഞ്ഞു, സാർ, ഈ കാലത്ത് എക്സ്റ്റൻഷനിലെ റോഡ് ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്കും സുഖകരമായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഇൻഡർസ്റ്റേറ്റ് വണ്ടികളിൽ ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ആളെ ഇറക്കുന്നതും കയറ്റുന്നതും ഇവിടെയാണ്. അവരെ കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോകുന്നതിന് വരുന്നുള്ള 2 വീലറുകളും കാറുകളും ഇവിടെ വരുന്നത് വേറെ. മാത്രമല്ല അവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് എല്ലാവരും ആ ഭാഗത്തുണ്ട്. വലപ്പാട് ആശുപത്രിയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM-ന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ധർണ നടത്തി. CPIM വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ആശുപത്രിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഇന്നത്തെ കേരളത്തിലെ മൊത്തം അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുമതലയിലാണ് ആശുപത്രി. ഞാൻ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിനോട് സർക്കാർ എങ്ങനെ പെരുമാറി എന്നതാണ് മുഖ്യം. CITU ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ്, VR ബാബു, PA രാംദാസ് എന്നിവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ.
കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. പഞ്ചായത്ത് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും SJDയും മാർച്ച് നടത്തി. കോയമ്പത്തൂരിൽ നിന്ന് കാറിൽ കടത്തുകയായിരുന്ന 7500 പാക്കറ്റ് ഹാൻസ് മതിലകം പോലീസ് പിടിച്ചെടുത്തു. 2 പേർ അറസ്റ്റിൽ. റമളാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വൻ തിരക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.